സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പറിന്റെ പുതിയ ഒരു എപ്പിസോഡുമായിട്ട് ഈ മിഥുൻ എം ദാസ് എത്തിയിരിക്കുന്നു. ഇവിടെ ആലപ്പുഴയിൽ ഒരുപാട് പച്ച വയലേലകൾ, അതുപോലെ സൂര്യൻ ചുംബിച്ച് നിൽക്കുന്ന കായൽക്കരകൾ. കേരളത്തിന്റെ നെല്ലറയാണ് കുട്ടനാട്, ആലപ്പുഴ എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിക്കുന്നതാണ്. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സീസണിൽ രണ്ട് സൈഡിലും പച്ച നെൽപ്പാടങ്ങൾ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കാണാം. ഇതിപ്പോൾ ഏതാണ്ട് സന്ധ്യ സമയമായി, അതുകൊണ്ട് തന്നെ പണി കഴിഞ്ഞ ആളുകളൊക്കെ പതുക്കെ കയറി തുടങ്ങി. അവരെല്ലാം നമ്മുടെ കണ്ടങ്കരിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള നമ്മളുടെ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും എന്ന് എനിക്കറിയാം. എന്തായാലും ഇവിടെ നിന്ന് സത്യത്തിൽ കണ്ടിട്ട് മതിയാവുന്നില്ല, പക്ഷേ ഇവിടെ നിന്ന് ശരിയാവില്ല, നമുക്ക് ഗെയിം തുടങ്ങണമല്ലോ. അതുകൊണ്ട് ഫോളോ മീ. ഹലോ കണ്ടഗിരി, സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇന്ന് ഈ കണ്ടങ്കിരിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇവരുടെ ഈ ശബ്ദമാണ്. ഹലോ, അടിപൊളി. ഓക്കെ, ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് ഇത് എന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും വഞ്ചിപ്പാട്ടിന്റെ നാടാണ് കുട്ടനാട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ തുടക്കം തന്നെ ഒരു വഞ്ചിപ്പാട്ട് കേട്ടാലോ? വഞ്ചിപ്പാട്ട് കേട്ട് ആരാണ് എനിക്ക് പാടിത്തരാൻ പോകുന്നത്? വഞ്ചിപ്പാട്ട് പാടിത്തരാൻ പോകുന്നത് ആരൊക്കെയാ? ആരാണ്? കൈവക്ക് ഉഷാറായിട്ട്. കേരളത്തിൽ കൂടി കൊള്ളും കണ്ടങ്കരി കാവിലമ്മേ കൈവണങ്ങുന്നേ. ഓ ദിത്തി താരാദിത്തി എട്ടുദിക്കും കീർത്തിയേറും കേരളത്തിൽ കൂടി കൊള്ളും കണ്ടങ്കരി കാവിലമ്മേ കൈവണങ്ങുന്നേ. ഓ ദിത്തി താരാദിത്തി. ഇപ്പൊ ഈ കേട്ട വഞ്ചിപ്പാട്ട് നമ്മൾ നിൽക്കുന്ന കണ്ടങ്കരിയുടെ ഒരു ചരിത്രമൊക്കെ ഒളിഞ്ഞു കിടക്കുന്നതെന്നുള്ളത് എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ ഒന്ന് പറഞ്ഞത്? ഞാൻ അതിന്റെ കുറച്ച് വരികൾ ശ്രദ്ധിച്ചു, എന്നാലും ഒന്ന് വാക്കുകൾ കേൾക്കാൻ ഒരു ആഗ്രഹം. കുഞ്ചൻ നമ്പ്യാർ പഠിച്ച സ്ഥലമാണ് കണ്ടങ്കരി. ഒരുപാടൊന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് അറിയാവുന്നത് കുഞ്ചൻ നമ്പ്യാർ പഠിച്ചതാണ്. ബാലരവിക്കുറുപ്പ് ആശാന്റെ കീഴിലാണ് കുഞ്ചൻ നമ്പ്യാർ പഠിച്ചത്. ആ സ്ഥലമാണ് അത്. അങ്ങനെയാണ് ഈ പാട്ട് എഴുതുന്നത്. നന്ദികാരുണ്യമ മന്ദിരെ വാഴുന്ന മന്ദാരദാരുവാൻ ബാലരവിയുടെ നന്ദി വരുത്തുന്ന കണ്ടങ്കരിക്കാവിൽ ഇന്ദിചൂടെ പ്രിയേ വന്ദേ ഭഗവതി എന്നാണ്. അത് തന്നെയായിരുന്നു നമ്മുടെ വരിയിൽ ഉണ്ടായിരുന്നത് അല്ലേ? ആ ദേവീക്ഷേത്രത്തിന്റെ നടയിലാണോ? അതായത് ഈ ഇതിൽ പറയുന്ന ദേവീക്ഷേത്ര നടയിലാണോ നമ്മളിപ്പോ നിൽക്കുന്നത്? ആ ദേവീക്ഷേത്രത്തിന്റെ നടയിലാണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ടൻഗിരി, അതായത് കുഞ്ചൻ നമ്പ്യാര് പഠിച്ചു വളർന്നതും പിന്നീട് തുള്ളൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് കാരണഭൂതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതേ ദേവീക്ഷേത്ര നടയിലുമാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. എന്തായാലും അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ പറയുന്ന ഗെയിം അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ബമ്പർ ഇവിടെ സൂപ്പർ ബമ്പർ പരിപാടിയായി തന്നെ മാറും എന്നെനിക്ക് ഉറപ്പാണ്. കണ്ടങ്കിരിക്കാർ എനിക്ക് അതിനുള്ള സപ്പോർട്ടും തരും എന്നെനിക്ക് ഉറപ്പാണ്. അടിപൊളി. അപ്പൊ നമുക്ക് തുടങ്ങാം. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പൊ നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പറിന്റെ മത്സരങ്ങൾ, ഗെയിംസ് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മളൊരു 5 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ലോട്ടോ എടുത്ത് കിട്ടുന്നവർക്കായിരിക്കും ഇന്നിവിടെ മത്സരിക്കാൻ പറ്റുക എന്നുള്ള പരിപാടി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള ആ ലോട്ടോ അങ്ങോട്ട് എടുത്താലോ? ഈ കൂട്ടത്തിൽ നിന്ന് ആരെ കൊണ്ടാ ലോട്ടോ എടുപ്പിക്കുക? വാ. എന്താ പേര്? ഗൗരിക്കുട്ടി. ഇതിന്ന് ഒരെണ്ണം എടുക്കുമോ? ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ചേട്ടന് തരുമോ? അത് കാണിച്ചു തരാം. വാ. അമ്പോ, ഗൗരിക്കുട്ടിക്ക് ഒരു കൈയടി കൊടുത്തേ. ഗൗരിക്കുട്ടി പാട്ട് പാടുവോ? എന്നാ ഒന്ന് പാടിയേ. അപ്പം അപ്പം നെയ്യപ്പം, അമ്മയ്ക്കിഷ്ടം നെയ്യപ്പം, അച്ഛനിഷ്ടം അച്ചപ്പം, ഉണ്ണിക്കിഷ്ടം ഉണ്ണിയപ്പം. അച്ചോടാ, അപ്പൊ ഗൗരിമോക്ക് ഇഷ്ടം എന്താ? ഗൗരിമോർക്ക് ഇഷ്ടം പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് ആണോ?
അത് ഇഷ്ടമാണെന്ന് അവിടെ മിടുക്കി. ഒരു കാര്യം ചെയ്, അങ്കിള് സമ്മാനം തരാം, പക്ഷെ അതിന് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതാ പച്ച നിറത്തി കാണുന്ന സംഭവം എടുത്തേ. അടിപൊളി, ഒരു നല്ല കൈയ്യടി കൊടുത്തേ നമ്മുടെ ഗൗരിക്കുട്ടിക്ക്. ഒപ്പം നമ്മുടെ ഗൗരിമോക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താലോ? അപ്പൊ ഗൗരിമോക്കുള്ള ഗിഫ്റ്റ് ആണ് ഇതേ നമ്മുടെ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഒരു കൈയ്യടി കൊടുത്തേ. അടിപൊളി ബിസ്ക്കറ്റാ. എന്നാ ഗൗരിമോള് പകർക്കണം കേട്ടോ. അപ്പോ നമ്മുടെ സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ ആരാണ് എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കാൻ പോണ്. ലോട്ടോ എടുത്ത് കിട്ടിയ പേര് എന്ന് പറയുന്നത് മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ഒരേ പേരാ. ഏതാണ്? ഓർക്ക പറ അതന്നെ. ജലജ, അത് തന്നെ. നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ മത്സരാർത്ഥി ജലജ ചേച്ചി ഇതാ ഇവിടെ റെഡിയാണ്. ഞാനിവിടെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും എന്നൊക്കെ പറഞ്ഞതിന് അവിടുന്ന് ചാടി ഓടിയൊക്കെ വരണ്ടായിരുന്നല്ലോ. ഉറപ്പിച്ചു? ഞാൻ ആയിരിക്കും ആദ്യം. ഓക്കെ, എന്തായാലും എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? കണ്ടംകിരിയിലെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ വിശേഷം നമുക്ക് ഇത് തന്നെയാണ്. ഏറ്റവും വലിയ വിശേഷം സീ കേരള ഇവിടെ വന്നതാണ് നമ്മുടെ വിശേഷം. നല്ലൊരു പേടി. പിന്നെ നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടില്, നമ്മള് വെള്ളപ്പൊക്കത്തില്, വലിയ വെള്ളപ്പൊക്കത്തില്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വെള്ളപ്പൊക്കത്തില് അതിജീവിച്ച് വന്നവരാണ് ഞങ്ങൾ ഈ കുട്ടനാട്ടുകാരെല്ലാം. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരു ആൾക്കാരാണ് കുട്ടനാട്ടുകാര്. അപ്പോൾ നമുക്കിവിടെ ഒരു അപകടമൊക്കെ ഉണ്ടായി. നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഇത്രയും ഒക്കെ എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ സീറോയിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു പരിപാടിയായിട്ട് ഇത്രയും സന്ധ്യയായിട്ട് നമുക്ക് ഇത്രയും ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ ഈ പരിപാടി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷം കിട്ടാനും വേണ്ടിയിട്ട് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു നല്ല കൈയടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള നന്ദി. ഓക്കെ, അപ്പൊ എന്തായാലും ഇവരെ സംബന്ധിച്ച് നമ്മുടെ സീ കേരളം സൂപ്പർ ബമ്പറിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പുഷ്പം എടുക്കുന്ന പോലത്തെ ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രളയമൊക്കെ അതിജീവിച്ചവർക്ക് ഈ ഗെയിമൊക്കെ എന്തായാലും പുഷ്പം പോലത്തെ ഗെയിം ആയിരിക്കും. 1000 രൂപ മുതൽ 25,000 രൂപ, അതാണ് നമ്മുടെ സൂപ്പർ ബമ്പർ. 25,000 രൂപയാണ് നമ്മുടെ സൂപ്പർ ബമ്പർ. അപ്പൊ അതുവരെയുള്ള സമ്മാനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമ്മുടെ നിയമങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വന്നേ. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25,000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10,000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു നിയമങ്ങൾ. 25,000 രൂപ വരെ സ്വന്തമാക്കാനുള്ളത്. എന്തായാലും നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ജലജ ചേച്ചി ഇവിടെ റെഡിയാണ്. ജലജ ചേച്ചി, ഈ 2 സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഇതാണ് പണപ്പെട്ടി എന്ന് കണ്ടപ്പോൾ മനസ്സിലായിക്കാണല്ലോ, ഒരു ലോഡ് നോട്ട് അതിനകത്തുണ്ട്. ഇത് സ്വന്തമാക്കണമെങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ കാശുകൾ സ്വന്തമാക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പണിപ്പെട്ടിയിൽ നിന്നും ഒരു പണി നമ്മൾ എടുക്കണം. അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചി എങ്ങനെ വീട്ടമ്മ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? ഞാൻ വീട്ടമ്മയല്ല, ഞാൻ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. 6ാം വാർഡ് മെമ്പറും കൂടിയാണ്. ഞാൻ ആശാപ്രവർത്തകയാണ്. ആഹാ, അപ്പൊ പ്രളയത്തിന്റെ സമയത്തൊക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നോ ജലജ ചേച്ചി? അത് ശരി. അപ്പൊ ഒരു കൈയടി കൊടുത്തേ. അടിപൊളി. ആ സപ്പോർട്ടിന് നമുക്ക് എന്തായാലും ആദ്യത്തെ ലോട്ട് എടുത്താലോ? റെഡി അല്ലേ? ഒന്നും നോക്കാനില്ല അല്ലേ? നമുക്ക് എന്ത് നോക്കാനാണ് ഒരു ഗെയിം. അപ്പൊ ജലജ ചേച്ചി അതിന്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങത്ത് തന്നോളൂ. ജലജ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ മത്സരം പൊടി പാറി. സംഭവം വെരി സിമ്പിൾ ആണ്. പൗഡർ ബോട്ടിലില്ലേ, പൗഡർ ഒക്കെ ഇടാറുണ്ടോ? വല്ലപ്പോഴൊക്കെ അല്ലേ? ഓക്കെ, അന്ന് ഒരു ലോഡ് പൗഡറാണ് നമ്മൾ കൈ തരാൻ പോണേ. അത് നമ്മൾ 120 സെക്കൻഡാണ് ഈ ഗെയിം ഉള്ളത്. ഈ 120 സെക്കൻഡിനുള്ളിൽ ഈ പൗഡർ 2 കയ്യിലും പിടിച്ച് കുടഞ്ഞ് തീർക്കണം.
അതാണ് ഗെയിം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ, നമുക്ക് ചുമ്മാ കുടഞ്ഞ് തീർത്താൽ മതി. 120 സെക്കൻഡേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ 120 സെക്കൻഡിനുള്ളിൽ ഈ പൗഡർ തീർത്താൽ 1000 രൂപ, ആദ്യത്തെ ഘട്ടമായ 1000 രൂപ ജലജ ചേച്ചിക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മത്സരത്തിലേക്ക് പോകാം. പൊടി പാറി. നമ്മുടെ ജലജ ചേച്ചി ഇവിടെ പൊടി പാറ്റാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. രണ്ട് കയ്യിലും പൗഡർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഇതിൽ കുടഞ്ഞിട്ടിട്ട് നമുക്കിനി അപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ മുക്കിയിട്ട് അവിടെ പോവാലോ, അതിന് വേണ്ടിയിട്ടാ കേട്ടോ. ഇത് 120 സെക്കൻഡുള്ളത് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ വീഴണം. അപ്പം നന്നായിട്ട് ഞെക്കി കുടഞ്ഞൊക്കെ അങ്ങോട്ട് വീഴ്ത്തിക്കൊള്ളുക. ഓക്കെ, റെഡി റെഡി ഓക്കെ. ജലജ ചേച്ചിക്കുള്ള സമയം തുടങ്ങുന്നു. 1 2 3 സ്റ്റാർട്ട്. എന്തൊരു ഫാസ്റ്റ്, എന്തൊരു ഫാസ്റ്റ്. ഇതിപ്പോ ഞാൻ മൊത്തത്തിൽ സായിപ്പാവും ഇവിടെ നിന്ന് കഴിഞ്ഞാ. റെഡി റെഡി, പോരട്ടെ പോരട്ടെ. 120 സെക്കൻഡേ ഉള്ളൂ, ഇതിപ്പോ തന്നെ തീരും. വെരി സിമ്പിൾ, കൈയടിക്ക്. പോരട്ടെ പോരട്ടെ. ഇത് കുറച്ച് സെക്കൻഡേ എടുത്തുള്ളൂ, തീർത്തു. വെരി സിമ്പിൾ ആയിട്ട് ജലജ ചേച്ചി 1000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. നല്ല ഒരു കൈയടി കൊടുത്തേ. ഓക്കെ, കൂട്ടത്തിൽ എന്നെയും കൂടി പൗഡറിൽ ഇത്തിരി കുട്ടപ്പനാക്കി സ്ഥിതിക്ക് ഞാൻ പോയി ഒന്നും കൂടി സുന്ദരനായിട്ട് വരാം. എന്നിട്ട് തരാം 1000 രൂപ, മതിയില്ലേ? ഓക്കെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രളയം കണ്ടവർക്ക് പൗഡറുകൾ എന്ത് പരിപാടി എന്ന്. എന്തായാലും 120 സെക്കൻഡിന്റെ പകുതി പോലും എടുത്തില്ല. ആ 2 ബോട്ടിൽ പൗഡറും ഇവിടെ ഷൂ എന്ന് പറഞ്ഞ് തീർന്നു. കുറച്ച് എനിക്കും തന്നു. എന്തായാലും നന്നായി. അപ്പൊ ജലജ ചേച്ചി 1000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. സന്തോഷമായോ? ഈ 1000 രൂപയ്ക്ക് എന്താ ചെയ്യാൻ പോണേ? ബാക്കി ഇവിടെ ആവട്ടെ, കിട്ടുമോ നോക്കട്ടെ എന്നിട്ടല്ലേ. അത് ഓക്കെ ഓക്കെ. നിങ്ങൾ ഈ ദിവസങ്ങളിലെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്? നമ്മള് പ്രളയം കഴിഞ്ഞ് നമ്മളെ കൊണ്ടാകുന്ന നമ്മുടെ വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ കുറെ സാധനങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നമ്മളിപ്പോ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ലയൺസ് ക്ലബ് പൂർണ്ണമായി തകർന്ന ഒരാൾക്ക് നമ്മൾ ലയൺസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ലയൺസ് ക്ലബ്ബുകാര് ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വാർഡിൽ നമ്മുടെ ആൾക്കാർക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പരമാവധി എന്ത് കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ടെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കാനും അത് നമ്മുടെ നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എത്രാമത്തെ തവണ ഇവിടെ മെമ്പർ ആവുന്നേ? ഇപ്പൊ 2ാമത്തെ തവണ. അത് ജനസമ്മതി 2 തവണയൊക്കെ അടുപ്പിച്ച് മെമ്പർ ആവുന്നൊക്കെ പറഞ്ഞു. അതെന്തായാലും നടക്കണം. അപ്പൊ കൈയടി പോരാ, ഇത് പോരാ കൈയടി. നിങ്ങൾ കൈയിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജലജ ചേച്ചിക്ക് ആദ്യ ഘട്ടമായ ആ 1000 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജലജ ചേച്ചി ഇനി നമ്മുടെ 2ാമത്തെ റൗണ്ടാണ്, 2ാമത്തെ മത്സരമാണ്. ഇതിൽ ജയിച്ചാൽ 2000 രൂപയുടെ മത്സരമാണ്. അത് സത്യത്തിൽ 3000 രൂപയുടെ റൗണ്ടിലേക്കുള്ള എൻട്രി കൂടിയാണ്. ഓക്കെ, ഇതിൽ ജയിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ 1000 രൂപ മാത്രമേ കിട്ടുള്ളൂ. ഉറപ്പാണല്ലോ? റെഡി ആണല്ലോ? ഇനി സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. എന്നാ എടുത്തോ. ഇത് ഒരു കിടിലൻ ഗെയിം തന്നെയാണ്, ഇവിടെ നടത്തേണ്ട ഗെയിം തന്നെയാണ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ച് വന്നിട്ടേ അത് പറയുള്ളൂ, ഒരു ഡൗട്ടും ഇല്ല. അപ്പോ സി കേരളം സൂപ്പർ ബമ്പർ കോ-പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ a short break. Welcome back to C Kerala Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. ഞാനൊരു ചായയും കഴിച്ചു, ഒരു കുക്കീസും കഴിച്ചു. ഒരു ഷോടെങ്കിലും കുടിച്ചിട്ടുണ്ടാവില്ലേ? സോഡ കുടിച്ചു, ഇനി വെള്ളം കുടിക്കാൻ പോവാണ്. അതാണ്. ഓക്കെ, അപ്പോ 2000 രൂപ അല്ലെങ്കിൽ 3000ത്തിലേക്കുള്ള എൻട്രി ആയിട്ട് ജലജ ചേച്ചിക്ക് നമ്മൾ കൊടുക്കുന്ന ഗെയിം എന്ന് പറയുന്നത് പാളവണ്ടിയാണ്. അപ്പൊ ഈ ഗെയിം എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. നമ്മളിവിടെ ഒരു സ്ഥലത്ത് കുറച്ച് ബോൾ കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഒരു കൊച്ചിനെയും ഒരു പാളവഞ്ചിയും ചേച്ചിക്ക് കൊടുക്കും. ആ കൊച്ചിനെ അതിലിരുത്തിയിട്ട് അവിടെ വേറെ ഒരു ബാസ്ക്കറ്റ് കൂടി വെച്ചിട്ടുണ്ടാവും. കൊച്ചിനെ വീഴാതെ പയ്യെ വലിച്ചുകൊണ്ട് ഒരു ബോൾ എടുത്ത് കൊണ്ടുപോയി അവിടുത്തെ ബാസ്ക്കറ്റിൽ ഇടണം. തിരിച്ച് അതേ കൊച്ചിനെ വലിച്ച് ഇവിടെ കൊണ്ടുവരാൻ അടുത്ത ബോൾ എടുക്കുക, അങ്ങനെ ഇടണം. മനസ്സിലായില്ലേ? അപ്പൊ അവിടുത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് കുട്ടിയെ സൂക്ഷിച്ചോളണം കേട്ടോ, പരിക്കുകൾ ഉണ്ടാവരുത്. ഓക്കെ, 100 സെക്കൻഡ് സമയമുണ്ട്. അതിലൊരു 10 ബോളെങ്കിലും നമ്മൾ അക്കരെ എത്തിക്കണം. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടിയെ ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തോളൂ എന്ന് സഹകരിക്കുന്ന രീതിയിൽ. ഒരുപാട് കുഞ്ഞാവേണ്ട, കിടന്ന് ഉറങ്ങിപ്പോണ്ട. പറ്റുന്ന ഒരു കുട്ടിയെ എടുത്തോ. അപ്പൊ ചേച്ചി ഇതിനകത്ത് ആരെയും വിളിക്കുന്നില്ലേ? ഞാൻ ആരെയും വിളിക്കുന്നില്ല. എനിക്ക് എല്ലാം എന്റെ കുഞ്ഞുങ്ങളാ. അതെ, ഭാവിയിലെ വോട്ടർമാരാണല്ലേ? ഭാവിയിലെ വോട്ടർമാരാണ് അവരെല്ലാം. അപ്പൊ പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുമോ? അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, അതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കാം. ഇത് കുഞ്ചൻ നമ്പ്യാർ പഠിച്ചു വളർന്ന നാടാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാ ഒരു വരി ഞാൻ ചൊല്ലാം, അതിന്റെ തൊട്ടടുത്ത വരി ഏതാന്ന് തിരിച്ചു ചൊല്ലിത്തരുന്ന കുഞ്ഞുവാവയ്ക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വരാവുന്നതാണ്. റെഡി അല്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ
എന്നാൽ ഇനി ഒരു കഥയുര ചെയ്യാം. ആരാ 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 വാ 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 വാ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. അല്ലേ, അങ്ങനെയല്ലേ? അല്ലേ? അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി ഇവർക്കുള്ള ആ പാളവണ്ടി റെഡി ആവട്ടെ. അപ്പോ ജലജ ചേച്ചിയും അശ്വിനും ഇവിടെ റെഡിയാണ്. അവരുടെ മത്സരവുമായിട്ട് പാളയൊക്കെ ഇവിടെ റെഡിയാണ്. മത്സരം തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി 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 അടിപൊളി. ആദ്യം വലിച്ചോ. ഒന്ന് ഉഷാറാക്കി കൊടുത്തേ, ഒന്ന് ഉഷാറാക്കി കൊടുത്തേ. സോ സിമ്പിൾ, വളരെ വളരെ സിമ്പിൾ. അവിടെ വെച്ചോ, അത്രേ ഉള്ളൂ. നിനക്ക് കിട്ടുന്ന സ്ഥലത്ത് വെച്ചോ. അശ്വിൻ ഇത്രയും എൻജോയ് ചെയ്തിട്ടൊരു ഗെയിം ഇതുവരെ ചെയ്തത്. എന്ത് സുഖമായിട്ട് പോണേന്നൊക്കെ. മഞ്ഞിലൊക്കെ സ്കേറ്റ് ചെയ്ത് പോണല്ലോ അല്ലേ അച്ഛന്? ഒന്ന് പിടിച്ചോ അയിലേസ, ആഞ്ഞു വലിച്ചോ അയിലേസ, ഒന്ന് പിടിച്ചോ അയിലേസ, ആഞ്ഞു വലിച്ചോ അയിലേസ. പറ്റും. അങ്ങനെ അശ്വിനെ ഒന്ന് ഉഷാറായി ചിരിച്ചോ. അശ്വിൻ ടെൻഷനാണോ? അല്ലല്ല, അശ്വിൻ ആ ബോളിൽ മാത്രം ലക്ഷ്യം ചെയ്തിട്ടായിരിക്കുന്നത്. പോരട്ടെ. ഓക്കെ, ഒന്ന് നന്നായിട്ട് കൈയടിച്ചു കൊടുത്തേ, ഒന്ന് നന്നായിട്ട് കൈയടിച്ചു കൊടുത്തേ. കൈയടിച്ചു, അതന്നെ ഒന്ന് നന്നായിട്ട് കൈയടിച്ചു കൊടുത്തേ. പോരട്ടെ. അതന്നെ ഇരുപ്പോ. പോരട്ടെ. അടിപൊളി. വെച്ചോ. ഒന്നും കൂടാ. അടിപൊളി. പോരട്ടെ. നമ്മുടെ ചേച്ചി ചെറുതായിട്ട് അവശരായി തുടങ്ങിയിട്ട് ആ അവശത മാറ്റുന്നത് നിങ്ങളാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അതന്നെ. അടിപൊളി. ജലജ ചേച്ചി മെമ്പർ. അതെ, ഓരോ വോട്ടിനുമാണ് ആള് രക്ഷപ്പെടുന്നതെന്ന് തോന്നുന്നു. അവശരായി, അതാലും കുഴപ്പമില്ല. പോരട്ടെ. ഇത്രേ ഉള്ളൂ. പോരട്ടെ. ആള് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാണ്. അടിപൊളി. അത് മതി. ഇനി 2 മതി. സിമ്പിളായിട്ട് നടക്കും. 2 മതി. സോ സിമ്പിൾ. സമയം പോയി തീരാറായിക്കൊണ്ടിരിക്കുന്നു. പോരട്ടെ. 20s. പോരട്ടെ. ഓക്കെ, ഒരെണ്ണം കൂടി ഉള്ളൂ. വേവാ. എടുത്തോ. അത്രേ ഉള്ളൂ. തുടങ്ങോ. അച്ഛനെ 10 9 8 7 6 5. ജലജ ചേച്ചി ഗംഭീരമായിട്ടാണ് മത്സരിച്ചത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു കൈയടി മാത്രം പോരാ, നമുക്ക് ഇവിടത്തെയുള്ള നമ്മുടെ ഈ കണ്ടൻഗിരിയിലുള്ള കുട്ടികളുടെ ഒരു കിടിലൻ പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളും നമ്മളും ഒരുമിച്ച് എൻജോയ് ചെയ്യും. ചന്തം കാളിന്റെ നാദം ഗോപി സംഗീതം നെഞ്ചം തേരോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാരം നിലാവിന്റെ ശീതളമായ കുളിരം തുളുമിഞ്ഞരമ്പിൽ സോമലതിക പിഴിഞ്ഞലഹരി. ചന്തം കാളിന്റെ നാദം ഗോപി സംഗീതം നെഞ്ചം തേരോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാരം
നല്ല ഒരു കയ്യടി കൊടുത്തേ നമ്മുടെ ഡാൻസ് കളിച്ചിട്ട് പോയ നമ്മുടെ കൂട്ടുകാരിമാർക്ക്. എന്ത് രസമായിരുന്നല്ലേ അവര്. നമ്മളെല്ലാവരെയും ഒരുപാട് സന്തോഷിപ്പിച്ചു. ഒരു ബിഗ് താങ്ക്സ് കൊടുക്കാണ് നമ്മൾ അവർക്ക്. ഓക്കെ, ഇനി ജലജ ചേച്ചി, അപ്പോ നമ്മൾ 3000 രൂപയുടെ ഗെയിമിലേക്കാണ് ഇനി കിടക്കുന്നത്. 3000 രൂപ കിട്ടണം. തോറ്റു കഴിഞ്ഞാൽ 1000 രൂപയെ കിട്ടുള്ളൂ. തോൽക്കാൻ മനസ്സുണ്ടാവില്ല എന്ന മുഖം കണ്ടാൽ എനിക്കറിയാം. ജയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന ലൈനിലാണ് അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് അതിന്റെ ലോട്ട് എടുക്കാം. അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. റെഡി അല്ലേ? ജലജ ചേച്ചിക്ക് 3000 രൂപ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം ഏതാണ് എന്ന് നോക്കാം. ചെരുപ്പ് പാത്രം. നമ്മൾ 2 സ്പെഷ്യൽ ചെരുപ്പുകൾ തരും. അതിൽ ഒരു കപ്പ് പോലെ സംഭവം ഉണ്ടാവും. 2 ബോളുകൾ അതിലെടുത്ത് വെക്കണം. ബോളും ഇപ്പുറത്തൊരു ബക്കറ്റും നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് 80 സെക്കൻഡ് സമയമാണുള്ളത്. പയ്യെ ഈ ബോൾ പോവാതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടന്നു പോയി ആ ബക്കറ്റിൽ കൊണ്ടുപോയി ഇടുക. ഓക്കെ, മൊത്തം 8 തവണ അത് ചെയ്യണം. അപ്പോൾ മൊത്തം 16 ബോള് 80 സെക്കൻഡിനുള്ളിൽ, കാരണം 2 ബോൾ വരുന്നുണ്ടല്ലോ, 16 ബോള് 80 സെക്കൻഡിനുള്ളിൽ നമ്മൾ ആ ബക്കറ്റിൽ നിറയ്ക്കും. ടെൻഷനായോ? ഒരു ടെൻഷനാണ്. പിന്നെ നമുക്കൊക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ബാലൻസിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ വെള്ളവും ചെളിയൊക്കെയാണ്. അപ്പൊ എന്തായാലും ഒന്ന് ബാലൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് സമയമൊന്നും കളയാനില്ല. 3000 രൂപ സ്വന്തമാക്കാനുള്ള ജലജ ചേച്ചിക്കുള്ള ഗെയിമാണ് ചെരുപ്പ് പാത്രം. 3000 രൂപ എന്തായാലും ഞാൻ കൊണ്ടുപോകും എന്നുറപ്പിച്ച് ജലജ ചേച്ചി ഇതേ ചെരുപ്പൊക്കെ സെറ്റാക്കി നിൽക്കാണ്. തുടങ്ങിയാലോ? 80 സെക്കൻഡ്, 16 ബോൾ അവിടെ വരണം, 8 തവണ. റെഡി? 1 2 3 സ്റ്റാർട്ട്. പോരട്ടെ നടക്കട്ടെ. ഒന്നാമത്തെ തവണയാണ്ടത്. 1 പോരട്ടെ. ഏയ്, അടുത്തത് വേഗം പോരെ. പയ്യെ. പോരട്ടെ. കൈയടിച്ച് ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. രണ്ട് തവണയായി. പോരട്ടെ. പെട്ടെന്നായിക്കോട്ടെ. അത് തന്നെ. സൂപ്പർ. അതുകൂടി. പോരട്ടെ. ഇനി അടുത്തത്. പോരട്ടെ. അടുത്തത്. പോരട്ടെ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ബാലൻസിങ്. പോരട്ടെ. അടിപൊളി. ഇതൊക്കെ എനിക്ക് എന്ത് നിഷ്പ്രഭമാക്കും ഞാൻ എല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ജലജ ചേച്ചി നടക്കുന്നത്. വെരി സിമ്പിൾ. ഇത് ശരിക്കും ഇങ്ങനെ ചെളിയൊക്കെ ആയി കഴിയുമ്പോൾ ചെളിയിൽ ചവിട്ടാണ്ട് പോണ പോലെ ഉണ്ട്. കറക്റ്റ്. അടിപൊളി. ഇനി 2 റൗണ്ടും കൂടി മതി കേട്ടോ. 2 റൗണ്ടും കൂടി മതി. ഇത് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടാണ്. പെട്ടെന്നായിക്കോട്ടെ. അത് ബോൾ അതിന്റെ ഉള്ളിലിടണ്ടേ? ഓക്കെ, കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാണ്. 10 9 8 7 കഴിഞ്ഞു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് ജലജ ചേച്ചി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാരണം പോകുന്ന വഴിക്ക് ആ ചെരുപ്പിന് കുറച്ച് അപകടങ്ങളൊക്കെ പറ്റിയുണ്ടായി അല്ലേ, ആ ധൃതി പിടിച്ചപ്പോൾ. പക്ഷെ എന്നിട്ടും കൃത്യമായിട്ട് ബോളുകൾ അവിടെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ജലജ ചേച്ചിക്ക് 3000 രൂപ സ്വന്തമായി കിട്ടിയിരിക്കുന്നു. നല്ല ഒരു കൈയടി കൊടുത്തേ. എന്തായാലും ജലജ ചേച്ചിക്ക് 3000 രൂപ നമ്മൾ ഉടനെ കൊടുക്കുന്നതായിരിക്കും. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക്സ് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക്സ് ചോക്കോ ചിപ്പ് കുക്കീസ്. അങ്ങനെ 3000 രൂപ അടിച്ചെടുത്തല്ല. ഇനി 5000 രൂപ വേണ്ടേ? അതിനു മുമ്പ് 3000 രൂപ കയ്യിൽ വേണ്ടേ? 3000 രൂപ മാത്രമല്ല, 3000 രൂപയുടെ ഒപ്പം നമ്മളൊരു അടിപൊളി ഗിഫ്റ്റ് തരുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസ്. കണ്ടോ? സന്തോഷത്തോടു കൂടി അത് മേടിച്ചേ. അപ്പോൾ ജലജ ചേച്ചിക്ക് കൂടുതൽ സന്തോഷമാവാൻ വേണ്ടി നമ്മൾ 2000 രൂപ കൂടി കൊടുക്കുക. അതായത് മൊത്തം 3000 രൂപ. ഓക്കെ, നേരത്തെ 1000 കൊടുത്തോണ്ടാണ് ഇപ്പൊ 2000 കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് 5000 രൂപയുടെ മത്സരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പളപളക്കുന്ന 2000 രൂപ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് എല്ലാവരും. അടിപൊളി. പോരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ലോട്ട് എടുക്കാനുള്ള സമയമാണ് അല്ലേ? ഇതെനിക്ക് തന്നോ? ഇവിടെ വെച്ചേക്ക്, ഞാൻ കുഞ്ഞെടുത്തോളാം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്ക്
അടുത്തത് 5000 രൂപയുടെ ഗെയിമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കാശിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ജലജ ചേച്ചി അതെല്ലാം മേടിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുള്ള വാശിയിലാണ്. എന്തായാലും ഇനി ഒട്ടും വായിക്കണ്ട, നമുക്ക് 5000 രൂപയുടെ ഗെയിം എടുത്തേക്കാം. എടുത്തോ. എന്താണ് ഗെയിം എന്ന് നോക്കാം. സൂപ്പർ ബമ്പറിൽ അടുത്ത ഗെയിം എന്ന് പറയുന്നത് പന്തും കുപ്പിയും. ജലജ ചേച്ചി, അതെന്താ സംഭവിച്ചത്? പന്തും കുപ്പി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, എന്തെങ്കിലും ഒരു ബാലൻസിങ് ഗെയിം ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ പന്തുകളും കുപ്പിയും റെഡിയാക്കി, ഒരൊറ്റ കുപ്പിയും റെഡിയാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ പഴയ സ്പൂൺ റൈസ് ഒക്കെ കളിക്കില്ല, അതുപോലെ ഈ പന്ത് എടുത്തിട്ട് ഈ കുപ്പിയുടെ മുകളിൽ ബാലൻസ് ചെയ്ത് വെക്കുക. പന്താവുമ്പോൾ കൊണ്ട് ഉരുണ്ടു പോകും. അപ്പോൾ ബാലൻസിങ് ആണ്, അത് പയ്യെ ബാലൻസ് ചെയ്ത് വെക്കുന്നിടത്താണ് ചേച്ചിയുടെ വിജയം. ഇത് വളരെ കുറച്ച് സെക്കൻഡുകളെ നമ്മൾ എന്തായാലും തരുന്നുണ്ടാവുള്ളൂ, 60 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണ്. അപ്പോൾ ജലജ ചേച്ചി 5000 രൂപ മേടിക്കാൻ പോവുകയാണ്. എന്ത് ഗെയിമിലൂടെ? പന്തും കുപ്പിയും. അത്യുഗ്രമായ ഒരു മത്സരം കൂടി നേരിടാൻ ജലജ ചേച്ചി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള കുപ്പികൾ ഇവിടെ റെഡി, ബോൾ റെഡി, സ്പൂൺ റെഡി. അപ്പോൾ അതിൽ നിന്ന് ആ സ്പൂൺ കടിച്ചു പിടിക്കുക, ബോൾ എടുത്ത് വെക്കുക, സ്പൂൺ റൈസിൽ നടന്നു വരുന്ന പോലെ വരിക, ഇതിന്റെ മുകളിൽ ആ ബോൾ ബാലൻസ് ചെയ്ത് വെക്കുക. 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ കുപ്പികളുടെ മുകളിലെല്ലാം ബോൾ ഉണ്ടായാൽ 5000 രൂപയും കൊണ്ട് ജലജ ചേച്ചിക്ക് വീട്ടിൽ പോകാം. അതല്ലെങ്കിൽ 3000 രൂപയും നേരത്തെ കിട്ടിയ ഗിഫ്റ്റും കൊണ്ടൊക്കെ വീട്ടിൽ പോകാം. റെഡിയല്ലേ? റെഡി ആയില്ലേ? അപ്പൊ ഗെയിം തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഒന്നാമത്തെ കൈയടി നിങ്ങൾ. പോയി, കുഴപ്പമില്ല. അടുത്തത് പോട്ടെ. 10 സെക്കൻഡ് കഴിഞ്ഞു. പയ്യെ വാ. അടിപൊളി, കിട്ടും. നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ചേച്ചി 5000 രൂപ കിട്ടുമെങ്കിൽ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. പയ്യെ വെക്ക്. അതന്നെ, കിട്ടും. ചാടിപ്പോയി, കുഴപ്പമില്ല. അടുത്ത പോരാ. 20 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കിട്ടും. ഓക്കെ. പയ്യെ. അതന്നെ, ഒന്നുകൂടി പറയട്ടോ. ഓക്കെ, 35 സെക്കൻഡാണ് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, കിട്ടും. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. കിട്ടും. അത് ഇത്തിരി സ്പീഡായി പോയി. അത്രയും സ്പീഡ് വേണ്ട ചേച്ചി, കുറച്ചും കൂടി. ഒരു ബോൾ എടുത്താൽ മതി. അതന്നെ, അടിപൊളി. പോട്ടെ. 50 സെക്കൻഡായി. കൗണ്ട് ഡൗണിനുള്ള സമയം ആയെന്ന് തോന്നുന്നു. ഞാൻ ഇതൊന്ന് വെക്കോ. പോരട്ടെ. ശരിയാ, പോരട്ടെ. ആണ് കറക്റ്റ്. ഒരെണ്ണം വെച്ചു. ഇനി കൗണ്ട് ഡൗൺ ആണ്. 10 9 8 7 6 5 4 3 2 1. ഓക്കെ, ഒരു നല്ല കൈയടി കൊടുത്തേ. 60 സെക്കൻഡിനുള്ളിൽ കഷ്ടപ്പെട്ട് ഒരെണ്ണം ബാലൻസ് ചെയ്തു. അതിനൊരു കൈയടി എന്തായാലും അത്യാവശ്യമുണ്ട്. അതൊക്കെ ഇത്തിരി റിസ്ക് ആണ്. ഇത് കളിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? നല്ല ഗെയിമാണ്. കൊള്ളാം, നല്ല ഗെയിമാണ്. എന്നെ പുറത്താക്കിയില്ലേ, അതാണ് പറച്ചിലിന്റെ ഒരു ഉദ്ദേശം അല്ലേ? പക്ഷേ എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി, അതിലുപരി ഒരുപാട് നന്ദിയോടുകൂടി നമുക്ക് ജലജ ചേച്ചിയെ യാത്രയാക്കാം. വൺസ് അഗൈൻ എ ബിഗ് താങ്ക്സ് ചേച്ചി. പ്രത്യേകിച്ച് ഈ ഗെയിമിൽ പങ്കെടുത്തത് മാത്രമല്ല, ഇവിടെ ഇത്രയും ആളുകളെ കൂട്ടി ഈ കണ്ടങ്കരിയിൽ ഞങ്ങൾക്ക് ഇത്ര സപ്പോർട്ട് തന്നതിന്. ഓക്കെ, ഇനിയും ഇവിടെ വർഷങ്ങളോളം മെമ്പറായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. എല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനിയും നമുക്ക് കുറെ കണ്ടസ്റ്റൻസ് 4 പേര് വെയിറ്റിംഗ് ആണ്. അടുത്ത ഗെയിമിലേക്ക് പോകാം, ഒട്ടും സമയം കളയാനില്ല. ഇത് സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പോ ഇനി സമയം കളയാനില്ല, നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാനുള്ള സമയമാണ്. ലോട്ടെടുക്കാനുള്ള സമയമാണ്. ഒട്ടും വൈകിക്കേണ്ട, അതങ്ങനെ എടുത്തേക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ആളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ച് സമ്മാനം കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അടുത്ത ആള് സോഫിയ. ആരായി സോഫിയ? അപ്പോ സോഫിയ ചേച്ചി നമസ്കാരം. നമസ്തേ. ഇത് നമ്മുടെ വഞ്ചിപ്പാട്ട് പാടിയ ചേച്ചിയാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കണം. ആ നേരത്തെ വിളിച്ച ആ ആർപ്പോ ഒന്ന് സ്വയം വിളിക്കാൻ പോകും. കാരണം എന്തായാലും ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ പോലെ ഒന്ന് ആർപ്പോ വിളിച്ചേ. ആർപ്പോ ആ നീട്ടം കണ്ടോ? എന്റെ ശ്വാസം മുട്ടിപ്പോയി ഒരു നിമിഷം. അങ്ങനെ ആർപ്പോ വിളിച്ചു, എന്തായാലും പൊളിച്ചു. അപ്പോ സോഫിയ ചേച്ചിക്കുള്ള ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നമ്മൾ ലോട്ടെടുക്കാൻ പോവാണ്. എളുപ്പമുള്ള ഗെയിം ആവണേന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ? അപ്പൊ എന്തായാലും ജയിക്കും അല്ലേ? അപ്പൊ ജയിക്കും, ഞാൻ തരുന്ന വിശ്വാസം. ഓക്കെ, നമുക്കൊന്ന് ലോട്ടെടുക്കാം.
സോഫിയ ചേച്ചിക്കുള്ള ആദ്യത്തെ ഗെയിം റിംഗ് മാസ്റ്റർ. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിങ് വെച്ചിട്ടുണ്ടാവും. ആ റിങ്ങിൽ കയറിയിട്ട് നിന്നിട്ട് ബാലൻസ് ചെയ്യുക. തലയിൽ ചെറിയ ബോളും വെച്ച് നമ്മൾ തരും, അതും ഒന്ന് ബാലൻസ് ചെയ്യുക. എന്നിട്ട് നടന്ന് പോയിട്ട് ആ റിങ് അവിടെ പോയി തൂക്കണം. അവിടെ നമ്മൾ വേറെ അത് തൂക്കിയിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. ഇത് 120 സെക്കൻഡ് ആയിരിക്കും. 1000 രൂപയ്ക്കുള്ള ഫസ്റ്റ് ഗെയിമാണ്. തുടങ്ങാം നമുക്ക്. റെഡി അല്ലേ? അപ്പോ ഇനി ഒട്ടും വൈകുന്നില്ല. സോഫിയ ചേച്ചിക്കുള്ള ആദ്യത്തെ ഗെയിം നമ്മൾ തുടങ്ങുന്നു. റിംഗ് മാസ്റ്റർ. അപ്പോ സോഫിയ ചേച്ചി ആദ്യത്തെ മത്സരത്തിന് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത് ഇവിടെ റിംഗ് ഒക്കെ റെഡിയാണ്, കണ്ടല്ലോ അല്ലേ? പിന്നെ അവിടെ ആ റിംഗ് കൊണ്ടുപോയിടാനുള്ള സംഭവങ്ങളും റെഡിയാണ്. സൗകര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോയിടുക. അതിനു മുമ്പ് ആദ്യത്തെ പണി ഞാൻ ഔദ്യോഗികമായിട്ട് കൊടുക്കുകയാണ്. ഈ ബോളാണ് ബാലൻസ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഒട്ടും വൈകണ്ട, ഗെയിം തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ബോൾ താഴെ പോകരുത് കേട്ടോ. ബാലൻസ് ചെയ്തോ. നിരങ്ങി നീങ്ങിയാണ് പാവം, കഷ്ടപ്പെട്ട്. പോരട്ടെ മുന്നോട്ട് പോരട്ടെ. ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ആളെന്ത് ഉഷാറായിട്ട് ചെയ്യണമെന്ന് നോക്കി. വെരി സിമ്പിൾ ആണ് കാര്യങ്ങൾ. പോരട്ടെ. ഇനി അത് പയ്യെ കൈകൊണ്ട് തൊട്ടിട്ട് പയ്യെ പൊക്കി ഇടുക. സോ സിമ്പിൾ. തിരിച്ചു വരാം. അടുത്തത് ബോൾ തലയിലെ ബോൾ ശ്രദ്ധിക്കുക. ഓക്കെ, പോരട്ടെ. ഓക്കെ. റിങ് തറയിൽ മുട്ടാതെ കുറച്ചും കൂടി ടൈറ്റ് ചെയ്ത് പിടിച്ച്. അതന്നെ, അങ്ങനെ കാല് കുറച്ചും കൂടി ഇത് അകത്തി വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. റിങ് നിലത്ത് പിടിക്കും. അതന്നെ. പോരട്ടെ. സിമ്പിൾ. ഒന്ന് കൈയടിച്ച് എല്ലാവരും. അടിപൊളിയായിട്ട് മത്സരിക്കുന്നു. പോരട്ടെ. വെരി സിമ്പിൾ. രണ്ടാമത്തെ ഇട്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ ഏതാ വേണ്ടത് വെച്ച് നോക്കും. തലയിലെ ബോള് ബാലൻസ് ചെയ്തു. ചേച്ചി പണ്ട് കുച്ചിപ്പിടി പഠിച്ചിട്ടും തോന്നുന്നു. തലയിലൊക്കെ അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. പോരട്ടെ. അടുത്തത് കൈയടിക്ക്, പ്രോത്സാഹിപ്പിക്ക്. സമയം പോകുന്നു. അതിനിടയ്ക്ക് അതുകൂടി ശ്രദ്ധിക്കണം. കുറച്ചുകൂടി വേഗത്തിലാക്കിക്കോ. കുറച്ച് ബാലൻസ് ചെയ്യണം. കാരണം നമുക്ക് ഈ സമയത്തിനുള്ളിൽ 120 സെക്കൻഡല്ലേ ടോട്ടലുള്ളൂ. അതിനുള്ളിൽ തീർക്കണം. എന്നാലും 1000 രൂപ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്തുള്ളൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. പോരട്ടെ. വെരി സിമ്പിൾ. അടിപൊളി. ഇനി എന്തായാലും ഈ സൈഡിൽ തീർത്തോ. ഈ ഏരിയയിലുള്ള കിടന്ന് കളിക്കുന്നത്. അപ്പൊ എടുത്തോ. തൊട്ടടുത്തുള്ളതല്ലേ, പെട്ടെന്ന് എത്തും. വെരി സിമ്പിൾ. പോരട്ടെ. കിട്ടും. കണ്ട, ആള് മുദ്രയൊക്കെ പിടിക്കേണ്ട ഇടയ്ക്ക് ചില സമയത്ത്. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, കുച്ചിപ്പിടി പിടിച്ചിട്ടുണ്ട്. ഇനി ഈ 4 കൂടി ഉള്ളൂ. ഒട്ടും വഹിക്കണ്ട. പോരട്ടെ. 60 സെക്കൻഡ് ആയി. 60 സെക്കൻഡ് ബാലൻസ് ഉണ്ട്. ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ സമയം. കാല് കുറച്ചും കൂടി ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇത് നിരക്കി കൊണ്ടല്ലേ. അത് തന്നെ, കാല് കുറച്ചും കൂടി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇത് നിലത്ത് മുട്ടിക്കാതെ കൊണ്ടുപോകും. ഓക്കെ. 70 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമയമാണ്. പോരട്ടെ. കാല് കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതന്നെ. തീരാറായി. ഒന്ന് കയറ്റി പ്രോത്സാഹിപ്പിച്ച്. ഇനി 2 മാത്രം അവിടെ കൊണ്ടുപോയി ജഗതി. 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. 20 സെക്കൻഡ്. നിർണായകമായ മത്സരമാണ്, നിർണായകമായ സമയമാണ്. ഒട്ടും വൈകേണ്ടതെ. ഇത് പുതിയ മുദ്ര. ഞാൻ പറഞ്ഞില്ലേ, കുച്ചിപ്പിടി പഠിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. ആള് മിണ്ടുന്നില്ല, ഗെയിമിൽ മാത്രമാണ്. ഓക്കെ. 10 9 8 7 6. അടിപൊളി. വളരെ സിമ്പിൾ ആയിട്ടാണ് സോഫിയ ചേച്ചി ഈ ഗെയിം ജയിച്ചത് 120 സെക്കൻഡിനുള്ളിൽ. എങ്ങനെ സാധിച്ചു ബാലൻസ്? ശരിക്കും കുച്ചിപ്പുടി പഠിച്ചിട്ടുണ്ടോ? നീ പഠിച്ചിട്ടില്ല. മുദ്രയൊക്കെ എങ്ങനെ വന്നു? മുദ്രയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ വെപ്രാളത്തിന് വന്ന മുദ്രകളായിരുന്നു അത്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? നല്ല ഗെയിമായിരുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗെയിം വേണ്ടേ? അതിനു മുമ്പ് 1000 രൂപ വേണ്ടേ? 1000 രൂപ. ആ 1000 രൂപ പക്ഷെ ഞാൻ വെറുതെ തരില്ല. എനിക്കൊരു പാട്ട് പാടി തരൂ. ഒരു 2 വരി. ഓക്കെ. അപ്പോ 2 വരി പാട്ട് പാടുമ്പോ നമുക്ക് 1000 രൂപ കൊടുക്കാം. അതല്ല അതിന്റെ ഒരു രീതി. തുടങ്ങിക്കോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളും ദേവി നിൻ മാണിക്യ വീണ തന്ത്രിയിലല്ലോ ഓംകാരനാദമിരിപ്പോ. 1000 രൂപ. 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 1000 രൂപ
പാട്ട് പാടാൻ പറഞ്ഞപ്പോ നൈസിന് ദേവീനെ പുകഴ്ത്തിയൊക്കെ പാടി. പ്രാർത്ഥിച്ചതാണല്ലോ ഇതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട്. എനിക്ക് ദേവിയുടെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. ദേവിയെയാണ് കൂടുതൽ ഇഷ്ടം. അമ്പലത്തിലൊക്കെ സ്ഥിരം പോകും, പ്രാർത്ഥിക്കും, വിശ്വാസം കൂടുതലാണ് അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഗെയിമും ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അമ്മയുടെ മണ്ണിലല്ലേ നിൽക്കുന്നത്. അതാണ്. എന്നാ പിന്നെ ഇനി എന്തിനാ നമ്മൾ വഹിക്കണേ അല്ലേ? ആ 1000 രൂപ സോഫിയ ചേച്ചിയുടെ കയ്യിലേക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകാം. എന്നാ പിന്നെ ഇനി സോഫിയ ചേച്ചിക്ക് അടുത്തത് 2000 രൂപയുടെ ഗെയിമാണ്, അതായത് 3000ലേക്കുള്ള എൻട്രി. ആ ഗെയിമിലേക്ക് നമുക്ക് പോകാം. ലോട്ട് എടുത്താലോ? ഏതാ ഗെയിം നോക്കിയാലോ? പന്തൊക്കെ കളിക്കാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ? ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിച്ചിട്ടുണ്ടോ? ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. ഫുട്ബോളൊക്കെ കളിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഗെയിമും സിമ്പിൾ ആയിട്ട് നേടുന്ന എനിക്ക് തോന്നുന്നത്. ഈ ഗെയിമിന്റെ പേര് തന്നെ കാൽപന്ത് എന്നാണ്. ഈ ഗെയിം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇരുന്നുകൊണ്ട് കളിക്കാം. ഒരു കസേരയിലിരിക്കും, കാലില് പന്ത് കോരി എടുക്കാനുള്ള ഒരു സംഭവം സെറ്റ് ചെയ്ത് തരും. ദൂരെ നമ്മളൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഇതിങ്ങനെ കോരി കൃത്യമായിട്ട് വീഴ്ത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിന്നാണോ എന്ന്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി അല്ലേ? അപ്പൊ സോഫിയ ചേച്ചി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ആ ഗെയിം തുടങ്ങുകയാണ്. കാൽപന്ത് വളരെ സിമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു. ചേച്ചി ഇവിടെ ഇരിക്കുന്നിടത്ത് ബോള് വെക്കുക, കാലിൽ വെക്കുക, എറിഞ്ഞ് ആ ബാസ്ക്കറ്റിലേക്ക് ഇടുക. റെഡി അല്ലേ? 100 സെക്കൻഡ് സമയമാണുള്ളത്. അതിനുള്ളിൽ 6 ബോൾ അവിടെ എത്തിക്കണം, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. തുടങ്ങോ. ആഞ്ഞ് അതവിടെ എത്തിയില്ല, കുഴപ്പമില്ല. ഇത് തിരിച്ചു കൊണ്ടുവന്ന് എത്തി വെക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, ഒന്നും കൂടി ശ്രമിക്കും. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഓ, അത് ആ സൈഡിൽ പോയി, കുഴപ്പമില്ല. 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആഞ്ഞെറിഞ്ഞ് നോക്കി, അപ്പൊ കിട്ടിക്കോളും. ഓക്കെ, 30 സെക്കൻഡ്. എത്തിയതായിരുന്നു. ഒന്നും കൂടി ശ്രമിക്കാം. പോരട്ടെ. പയ്യെ. എത്തിയില്ല. ഒരെണ്ണമെങ്കിലും നമ്മൾ വീഴ്ത്തണം കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ, ഒന്നുകൂടി. കുറച്ചുകൂടി ആഞ്ഞു വീക്കി നോക്കി. അത് അപ്പുറത്തേക്ക് പോയി. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. ബോള് തീരില്ല. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പൊ ചേച്ചിനെയൊക്കെ കൂടുതൽ മത്സരിക്കുന്നത് ഞാനാന്ന് തോന്നണ്ട എനിക്ക്. ഓടി നടന്നാ ബോള് പറക്കുന്നത്. അടുത്തത്. ഓക്കെ, അടുത്ത ബോള്. പോരട്ടെ. ഓക്കെ, 80 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത്. ഇതിൽ ഞാനാണ് ആവശ്യമാവുന്നത്. 80 സെക്കൻഡായി. അടുത്ത ബോള്. പോരട്ടെ. 80 സെക്കൻഡ് കഴിഞ്ഞു. അടുത്തത്. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമാണ്. അടുത്ത ബോള്. 10 9 8 7 6 5 4 3 2 1. സോഫിയ ചേച്ചി എന്തായാലും ആഞ്ഞ് പരിശ്രമിച്ചു. ഇത്തിരി റിസ്ക് തന്നെയാണ്. നമുക്ക് കൈകൊണ്ടിട്ടാൽ പോലും ചിലപ്പോൾ കറക്റ്റ് ആ ബാസ്ക്കറ്റിൽ വീഴണം എന്നൊന്നുമില്ല. അത് കുഴപ്പമില്ല. എന്തായാലും 1000 രൂപ കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? ദേവിയുടെ മണ്ണിൽ നിന്ന് 1000 രൂപ കിട്ടി. ഒപ്പം നമ്മുടെ ഒരു സന്തോഷത്തിന് സൂപ്പർ ബമ്പർ, സി കേരളം സൂപ്പർ ബമ്പർ വേറെ കുറച്ച് സമ്മാനങ്ങൾ കൂടി തരുന്നുണ്ട്. ഒന്ന്, 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ ഗിഫ്റ്റ്. കൈയടികി, അടിപൊളി. ചേച്ചി സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയാണ്. അടുത്തത് ക്വാൻലി ഇന്നർവെയർ നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ, ഹാപ്പി ആയില്ലേ? എന്ത് തോന്നുന്നു നമ്മുടെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട്? മത്സരത്തിൽ പങ്കെടുത്തിട്ട് നല്ലൊരു പരിപാടിയാണ്. ഒരു സന്തോഷം, ഊർജവും. ഞാൻ ഈ സി കേരളം കാണാറുള്ളതാണ്. അടിപൊളി. ഒരു കൈയടി വീണ്ടും. അപ്പോ ഒരു ബിഗ് താങ്ക്സും നല്ല ഒരു കൈയടിയും ഒരിക്കൽ കൂടി കൊടുത്തേ നമ്മുടെ ചേച്ചിക്ക്. കുഞ്ചൻ നമ്പ്യാരുടെ താളച്ചുവടുകൾ പതിഞ്ഞ ഈ മണ്ണിൽ
സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഒരു ഗംഭീര എപ്പിസോഡ് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പുതിയ ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക്, ഉടനെ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഇത് സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. മിഥുൻ പറയുന്നു ഗുഡ് ബൈ.